ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ T20 വേൾഡ് കപ്പ് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഫൈനൽ കാണാൻ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. PVR ലുലു. ഇത് ഏത് നടൻ്റെ സൂപ്പർ ബൈക്ക് കമ്പനിയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ചെയ്യാമോ? ഞാൻ 7:00 തന്നെ കയറി, അതുകൊണ്ട് ടോസ് ഇടുന്നത് കാണാൻ പറ്റി. അതിനുശേഷം നാഷണൽ ആന്തം ആയിരുന്നു. അതിനുശേഷം ക്രൗഡൊക്കെ വന്ന് ഫുൾ സീറ്റ്സ് ഫില്ലായി. 8 മണിക്ക് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ 20 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും 10 മണിയായി. അപ്പോഴേക്കും എനിക്ക് ഗ്യാസ് കയറി തുടങ്ങി. പിന്നെ ഒരു രക്ഷയില്ല, ഞാൻ പോയി ഒരു പിസ്സ ഓർഡർ ചെയ്ത്, ചിക്കൻ ടിക്ക പിസ്സ ഓർഡർ ചെയ്ത് ബില്ല് അടച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ പനീർ പിസ്സ കാണുന്നത്. ഇത് കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയാം. ചിക്കൻ ടിക്ക പിസ്സയ്ക്ക് എനിക്ക് ഓഫറും കിട്ടി എന്തായാലും. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കാണാൻ പോകുന്ന ചരിത്രം. This is Rohit Sharma's legacy. This is what Virat Kohli has left in terms of standards. This is what this team will build on from the Rahul Dravid. The emotion. ഇന്നലെ രാത്രി ഞാൻ വീട്ടിലെത്തപ്പോൾ 1 മണിയെ. വാട്ട് എ നൈറ്റ്. ഞാൻ ഇന്നലെ ഇതിന് പോയില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് നെവർ വിറ്റ്നസ് ദിസ് ഹിസ്റ്ററി, അതും ഇൻ ആൻ എപ്പിക് സ്കെയിൽ. എന്ത് വൈബായിരുന്നറിയാമോ തിയേറ്ററിലിരുന്ന് കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആദ്യത്തെ 3 ഓവറിൽ ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ വിക്കറ്റ് നിരനിരാന്ന് പോയപ്പോൾ എല്ലാവരും തളർന്നു പോയിട്ടാ. പക്ഷെ അതിന് ശേഷം 2 പാർട്ട്ണർഷിപ്സ്, കോഹ്ലിയുടെയും ബാക്കി 2 പേരുടെയും പാർട്ട്ണർഷിപ്സ് ആണ് ഈ സ്കോറിൽ എത്തിക്കുകയും ചെയ്തതും. അതിനുശേഷം പിന്നെ ബോളിങ്ങിന് വന്നപ്പോൾ എൻ്റെ പൊന്നോ, ബുംറ തൊഴുത്, ഒന്നും പറയാനില്ല. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളിയാണ് ഇന്നലത്തെ താരം, അതിൽ ഒരു ഡൗട്ടും വേണ്ട. കോഹ്ലിയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ദ ഗെയിം ചേഞ്ചർ ബുംറയായിരുന്നു, അതിൽ ഒരു ഡൗട്ടും വേണ്ട. പിന്നെ ലാസ്റ്റത്തെ ആ ക്യാച്ച്, എൻ്റെ അളിയ എന്താണ് കണ്ടത്. ഫുൾ തിയേറ്റർ ഇറപ്റ്റ് ചെയ്ത്. സിനിമയിലൊക്കെ എന്താണ് ചില മാരക സീൻ വരുമ്പോഴാണ് ഇതുപോലെ പൊട്ടിത്തെറിക്കണ ഞാൻ കണ്ടേക്കണം. ഇന്നലെ ആ ഒരു ക്യാച്ച്, ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ, ഇതിനു മുന്നേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ ഫൈനലിൽ ലാസ്റ്റ് മിനിറ്റ് തോൽക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ക്യാച്ച് വന്നപ്പോൾ എൻ്റെ ആളിയ ഗെയിം മാറ്റിക്കളഞ്ഞു മാത്രമല്ല, നഷ്ടപ്പെട്ടെന്ന് പോയ കപ്പ ക്യാച്ചിൽ കിട്ടി. പുള്ളി ബോളല്ല പിടിച്ചത്, കപ്പാണ് എടുത്ത് പിടിച്ചതെന്ന് പറയേണ്ടി വരും. അമ്മാതിരി സാധനം, ഒരു രക്ഷയില്ലായിരുന്നു. എന്തൊരു ഫീൽ, എന്തൊരു വൈബായിരുന്നു അറിയാമോ ഇന്നലെ കണ്ടിട്ട്. ഇതൊക്കെ കൂടാണ്ട് ഫ്രീ സ്ക്രീനിങ് ഉണ്ടായിരുന്നു താഴെ ലുലുടെ. അവിടെയും ഭയങ്കര വൈബായിരുന്നാണ് എൻ്റെ കസിൻസ് പറഞ്ഞത്. വിച്ചുവും ഗോകുലും അടിയിലുണ്ടായിരുന്നു. അവർ ഇതിന് ടിക്കറ്റ് ഇട്ടതുകൊണ്ട് അടിയിലാണ് കണ്ടത്. അവർ പറഞ്ഞു ഭയങ്കര വൈബായിരുന്നു. ആകെയുള്ള ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, എല്ലാവരും നിന്നും അതുപോലെ നിലത്തിരുന്നൊക്കെയാണ് കണ്ടത്. പക്ഷേ ലുലു ആയതുകൊണ്ട് വളരെ ക്ലീൻ ആയിരുന്നുകൊണ്ടും നിലത്തിരിക്കണതിന് ഒരു സീൻ ഉണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷേ തിയേറ്ററിലെ ഈ വൈബ് ഫോർ മീ പേഴ്സണലി, ഈ 160 രൂപ പ്ലസ് 30 രൂപ ബുക്കിംഗ് ചാർജും കൂടി ചേർന്ന് ഇവിടെ പോയി കണ്ടതിന് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം ഏകദേശം 5 മണിക്കൂർ AC കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിൽ ചാരിക്കിടന്നോ എങ്ങനെയാണെന്ന് വെച്ചിരുന്ന് ഇത് കാണാൻ പറ്റി. അടിപൊളി വൈബായിരുന്നു. പിന്നെ 4K
ക്ലാരിറ്റിയിലാണ് ഇത് സ്ട്രീം ചെയ്തത്. അടിപൊളി. 1-2 ഇടങ്ങളിൽ കുറച്ച് ജിറ്റേഴ്സ് വന്നു. അത് നെഗ്ലിജിബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും എല്ലാവരും കുത്തിയിരുന്ന് കാണണേണ്. അപ്പോൾ ഇവിടെ മറ്റേ ഫ്ലിപ്കാർട്ടോ ആമസോണിലൊക്കെ ഒരു സെയിൽ വന്നാൽ സ്റ്റക്കായി പോകും വെബ്സൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഊഹിക്കാന്നുള്ളത്, ഇത് സ്റ്റക്കൊന്നും ആയില്ല, ജസ്റ്റ് കുറച്ച് ജിറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അത് ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ, ഒരു സീനില്ല. പക്ഷേ എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഇനി വേൾഡ് കപ്പ് നമ്മുടെ ഫിഫ ഫൈനലൊക്കെ വരുമ്പോഴൊക്കെ അത് വിടണം. അന്യായ വൈബായിരിക്കണം, അന്യായ വൈബ്, സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. ഇത് കൂടാണ്ട് PVR തന്നെ അറേഞ്ച് ചെയ്ത ഡ്രമ്മേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, പിന്നെ കുറേ പിള്ളേർ ഊസൂല് അങ്ങനത്തെ ചെറിയ PP പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ LED ലൈറ്റൊക്കെ ഇട്ട് പോകുന്നു. പിന്നെ ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, 2 പിള്ളേരൊക്കെ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് എന്ത് രസം വരുന്നറിയാമോ. ഐ മിസ് ദിസ്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു കുറേ കളികളൊക്കെ ഇതുപോലെ കാണാൻ പോവാത്തതിൽ. കാരണം ഞാനിവിടെ പണ്ട് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട്. തൊട്ടടുത്ത് എനിക്ക് ലിറ്ററലി എൻ്റെ വീട്ടിൽ നോക്കിയ സ്റ്റേഡിയം കാണാം, കളിയുടെ ആരവം കേൾക്കാം, എല്ലാം കേൾക്കാൻ പറ്റും. അത്ര അടുത്താണ് എൻ്റെ പഴയ വീട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. വെറുതെ എനിക്കൊന്ന് കുറച്ച് അപ്പുറത്തേക്ക് നടന്നാൽ നേരത്തെ സ്റ്റേഡിയമാണ്. ഇഷ്ടം പോലെ ഫ്രീ ടിക്കറ്റൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കളികൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കളികളും, അതിപ്പോൾ എന്ത് ടൈപ്പ് സ്പോർട്സ് ആയിക്കോട്ടെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് മടുത്തേക്കൊണ്ട് ഞാൻ പോകാറില്ല പിന്നെ. കാരണം എപ്പോഴും കാണുന്നതുകൊണ്ട് അതിനൊരു ഫീൽ കിട്ടണം. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി വാട്ട് ഐ മിസ്ഡ് എന്നുള്ളത്. ഈ 11 കൊല്ലത്തിൽ ഞാൻ ക്രിക്കറ്റ് മര്യാദക്ക് ഫോളോ ചെയ്തിട്ടില്ല. നമ്മുടെ രോഹിത് ശർമ്മ ഡബിൾ സെഞ്ചുറി അടിച്ചത് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ മേജർ മാച്ച് പോലും ഞാൻ മര്യാദക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ പക്ഷെ ഒരു ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര വൈബ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആ ഒരു ടൈമിൽ മനസ്സുകൊണ്ട് ആലോചിച്ചത് എൻ്റെ കുറേ ക്രിക്കറ്റ് ഭ്രാന്തന്മാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ആൽഡ്രിൻ, കപിൽ, മനുമാരൊക്കെ വന്ന് കാണണമായിരുന്നു. അവർക്കും ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവന്മാരും വന്നില്ല. പിന്നെ ടിക്കറ്റും ഇല്ല ഇടയ്ക്ക്. നിങ്ങൾ ആലോചിച്ച് ആ ടോപ്പ് എൻഡ് തൊട്ട് ബോട്ടം എൻഡ് ഫ്രണ്ട് റോ സീറ്റ്സ് വരെ കംപ്ലീറ്റ്ലി ഫിൽഡ്. ഒറ്റ സീറ്റ് വേക്കൻ്റ് ഇല്ല, എല്ലായിടത്തും ആള്. അത്രയും ആരാധകർ ഉള്ളൊരു സ്പോർട്ടാണ് ക്രിക്കറ്റ്. ഇന്ത്യയിൽ ഒബ്വിയസ്ലി ക്രിക്കറ്റ് ഇസ് ലൈക്ക് എൻ റിലീജിയൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണല്ലോ സച്ചിൻ ഇസ് കൺസിഡർഡ് ആസ് എ ഗോഡ്. അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് പോകണം. പിന്നെ കണ്ടമാനം ഫാൻസ് ധോണിക്കുണ്ട്, കണ്ടമാനം ഫാൻസ് കോഹ്ലിക്കുണ്ട്. പക്ഷേ എനിക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ സച്ചിനായിരുന്നു. അതുകൊണ്ട് സച്ചിൻ വിരമിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കാണാമായിരുന്നു. എൻ്റെ അവസ്ഥയായിരിക്കും ഇന്നലത്തെ അനൗൺസ്മെൻറ്റിന് ശേഷം കോഹ്ലി ഫാൻസിന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ലിറ്ററലി എനിക്ക് ഒരു അറിവുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. കോഹ്ലി പറഞ്ഞ പക്ഷേ ഇതൊരു പബ്ലിക് സീക്രറ്റ് ആയിരുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ പൊന്നെ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്താ കേട്ടതെന്നായി ഇപ്പോൾ എനിക്ക് അവസാനം പറഞ്ഞപ്പോൾ. പക്ഷേ ഈ മാച്ച് എൻ്റെ പൊന്നെ, ഐ ആം ഹാപ്പി ഞാനിത് പോയി കണ്ടതിൽ, അതും തിയേറ്ററിൽ തന്നെ. കാരണം ഐ വിറ്റ്നസ്ഡ് ഇന്ത്യ മേക്ക് ഹിസ്റ്ററി. അതാണ് ഇന്ത്യൻ ടീം ചരിത്രം കുറിച്ചത് കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇത്രയും നാളും കണ്ടില്ലെങ്കിൽ എന്താ ഇത് കണ്ട്. ഇതിന് മുന്നേയുള്ള എല്ലാ വേൾഡ് കപ്പും ഇന്ത്യ ജയിക്കുന്നത് ഭാഗ്യത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ വേൾഡ് കപ്പ് കണ്ടിട്ടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചിട്ടില്ല ആ ടൈമിൽ. അല്ലേ, ഞാൻ 1983 ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ അത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ രാഹുൽ ദ്രാവിഡിൻ്റെ നഷ്ടപ്പെട്ടു പോയ വേൾഡ് കപ്പിൻ്റെ എന്നെ ഓർമ്മിപ്പിക്കലേ, എൻ്റെ പൊന്നോ, അതൊരു ട്രോമറ്റൈസിങ് സീനായിരുന്നു ആ സാധനം. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് PVR ഫോർ ഡൂയിങ് ദിസ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് PXL സ്ക്രീനിൽ കാണുമായിരുന്നു. എന്ത് രസമായിരുന്നാനെ. ഭയങ്കര വൈബായിരുന്നേ, ഭയങ്കര വൈബ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ കൺഗ്രാജുലേഷൻസ് ടു ദ ഹോൾ ഇന്ത്യൻ ടീം ഫോർ ബ്രിങ്ങിങ് ദ വേൾഡ് കപ്പ് ടു അസ്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ പാണ്ഡ്യനെ കുറേ ഹാർദിക്കിനെ ഭയങ്കരമായിട്ട് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പുള്ളി എല്ലാവർക്കും ഇട്ടും നല്ല ചെകളും കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് കാണിക്കുക, ചെയ്യുന്നതിലൂടെ മറുപടി കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റിൽ പുള്ളിയും സച്ചിൻ്റെ പാതയിലേക്ക്. അയ്യോ സൂപ്പർ, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരും രാഹുൽ ദ്രാവിഡിൻ്റെയൊക്കെ ലാസ്റ്റ് കപ്പെടുത്ത് കോഹ്ലി കൊടുത്തപ്പോഴേക്കും എൻ്റെ പൊന്നെ, കോഹ്ലി അത് പുള്ളിനെ വിളിച്ച് കപ്പെടുത്ത് കൈ കൊടുത്തപ്പോൾ പുള്ളിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. 90s കിഡ്സിന് അത് മനസ്സിലാവും വാട്ട് ഹി വാസ്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു നിരയുണ്ട്. യുവരാജ് കൈഫ്, സച്ചിൻ സേവാഗ്, ഗാംഗുലി
ജഡേജ, എൻ്റെ മോനെ എന്ത് ഫോർ മീ അതായിരുന്നു പീക്ക് ക്രിക്കറ്റ്. എനിക്ക് പിന്നെ അതിനുശേഷം ധോണിയൊന്നും തന്നെ പെരപ്പുറം അടിയാണ് പിന്നെ. ഓഹ് അത് പിന്നെ രോഹിത് ശർമ്മ എൻ്റെ ഒപ്പം എന്ത് ഐ റിയലി മിസ്ഡ്. അത് എനിക്ക് ഇന്നലെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, പിന്നെ 2020 ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ഷമ കെടുത്തുന്നില്ല ആകെ. പിന്നെ അവസാനമായപ്പോഴേക്കും ഞാൻ എൻ്റെ സൈഡിലേക്ക് വച്ചാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് എന്താണ് ഈ എല്ലാ ഇന്ത്യൻ ഫൈനൽ മാച്ചസും ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിപ്പിക്കുന്നത് എന്തിനാണ്. ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരുമാതിരി ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റഡ് പടം പോലെയുള്ള ഒരു ഫീലൊക്കെ. പക്ഷേ എൻ്റെ പൊന്നെ മനുഷ്യൻ ടെൻഷൻ അടിച്ച ഒരു വിധോ. ഈ 30 ബോളിൽ നിന്ന് 30 റൺസ് എന്ന് കണ്ടിട്ട് കരച്ചിൽ കഴിഞ്ഞായിരുന്നു. അവിടെ നിന്നാണ് ഇവന്മാർ കപ്പടിച്ചുകൊണ്ട് വന്നതെന്നുള്ളത്. അതും ക്യാപ്റ്റനായ രോഹിത് ശർമ്മയുടെ ബ്രില്യൻറ്റ് ഡിസിഷൻ ആയിരുന്നു ആ സമയത്ത് ആ ബോളിംഗ് ഓർഡർ മാറ്റിയത്. ബുംറയെ കൊണ്ട് ലാസ്റ്റ് ഓവർ എറിയിപ്പിക്കാതെ 17th ഓവർ എറിയിപ്പിച്ചത് പൊളിയായിരുന്നു. 17th അല്ല 18th ഓവർ. എൻ്റെ പൊന്നാളിയാ. അപ്പം അതെല്ലാം ചേഞ്ച് ചെയ്തു. വെറും 2 റണ്ണേ കൊടുത്തുള്ളൂ. അത് വെറുതെ സാധനമായിരുന്നു. ആ 30 ഓവർ 30 റൺസ് എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്കൻ പ്ലെയേഴ്സും ആരാധകരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കണായിരുന്നു. എല്ലാവരും ഒരു മറ്റേ ജയിച്ചടാ മക്കളെ നീയൊക്കെ തോറ്റെന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനിൽ അവർ ഇരുന്ന് വെച്ചത്. അവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ഓവേഴ്സ്. എൻ്റെ മോനെ ഈവൻ ഹാർദിക്കിൻ്റെ ഓവറാ ശരി എല്ലാം വേറെ സീനായിരുന്നു. അടിപൊളിയായി. കുറേ പ്ലെയേഴ്സിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, ഞാൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട് പുതിയ ആൾക്കാരുടെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ക്യാച്ച് എടുത്ത മച്ചാൻ്റെ പേര് ഞാൻ മറന്നുപോയി. തെറ്റിച്ച് പറഞ്ഞ് കൊളാക്കണമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാത്താണ് തുറന്ന്. ആളുടെ പേരെ ഞാൻ വിട്ടുപോയി. എന്തോ കുമാർ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. എനിക്ക് പുതിയ ആൾക്കാരെ കൊണ്ട് അറിയാൻ പാടാത്തതാണ്, ഞാൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട്. പിന്നെ നമ്മുടെ സഞ്ജു സാംസനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ അളിയാ ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല, എനിക്കൊന്ന് മലയാളി പ്ലെയേഴ്സ് ഞാൻ ഒരിടത്ത് വായിക്കുകയും ചെയ്ത് ഇതിനെപ്പറ്റി. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, മലയാളി പ്ലെയേഴ്സായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്ത വേൾഡ് കപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ടെന്ന്. ഗുഡ്. എന്തായാലും പണ്ട് ശ്രീശാന്തായിരുന്നു, ഇത്തവണ സഞ്ജു സാംസങ് ആണ്. രണ്ടുപേരും ടീമിനും രാജ്യത്തിനും ലക്കായതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. അന്ന് ശ്രീശാന്ത് ക്യാച്ച് എടുത്ത് വേറെ ലെവലായിട്ട്. ക്യാച്ച് എടുത്തെന്ന് പറഞ്ഞാൽ ക്യാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ പിടിക്കാമെന്നാണല്ലോ. പക്ഷെ അത് പറഞ്ഞ് ശീലിച്ചു പോയത്. എല്ലാവരും പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ക്യാച്ച് എടുക്കുക ക്യാച്ച് പിടിക്കുന്നു പറഞ്ഞ് അങ്ങനെയായി. അതങ്ങനെയാണ് വായിലിപ്പോൾ വരുന്നുള്ളൂ. മാറ്റിയെടുക്കാൻ ഇച്ചിരി പാടാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ്. ഐ ലവ് ഇറ്റ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ ഷോ വന്ന് കണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലൈവ് സ്ട്രീം വന്ന് തിയേറ്ററിൽ കണ്ടവരോ അല്ലെങ്കിൽ ലുലു കണ്ടവരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. എന്തായാലും PVR ഇതുപോലെയുള്ള അടിപൊളി സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരണം. അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ടൈം വേൾഡ് കപ്പ് FIFA ഫൈനൽ സ്ക്രീൻ ചെയ്യണം. കിട്ടു വൈബായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടേ. ഇറ്റ് വാസ് വർത്ത് ദ മണി ഇൻ മൈ ഒപ്പീനിയൻ.